രാത്രി ഒരു 11 മണിക്ക് എൻ്റെ റൂമിൽ തട്ടിയിട്ട് എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, നീ വിഷമിക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ വിളിച്ചു, അല്ല പടം ഓടിക്കോളും എന്ന് പറയാനായിരിക്കുന്നത്, നീ വിഷമിക്കണ്ട, ഈ പടം പൊട്ടും, പക്ഷേ അടുത്ത പടം വിജയിച്ചോളും, ഇതുകൊണ്ടൊന്നും നിനക്ക് സിനിമ ഇല്ലാണ്ടാവാനൊന്നും പോകുന്നില്ല. അങ്ങനെ പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാറ് വന്ന് നിന്നു. അതിൽ നിന്ന് ചുവപ്പും കറുപ്പും ചെറിയ കളങ്ങളുള്ള ലുങ്കി എടുത്തിട്ട് ഒരു കാരണവരെ പോലെ ഒരാൾ ഒരു റെയ്ബാൻ കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് ഒരു ഫുൾ സ്ലീവ് ഷർട്ട് കൈയൊക്കെ മടക്കി അലക്ഷ്യമായിട്ട് മടക്കി വെച്ച് ചുണ്ടിലെരിയുന്ന ഗോൾഡ് ഫ്ലേക്കിങ്സ് സിഗരറ്റുമായിട്ട് ഒരാൾ പുറത്തിറങ്ങി. ഈ ഡ്രൈവർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, താൻ തൊഴിലാളികളുടെ പണി കളയാൻ നടക്കുകയാണല്ലേ, താൻ എന്നെക്കുറിച്ച് എന്തൊക്കെയാണ് ഉണ്ണിയേട്ടനോട് പറഞ്ഞു കൊടുത്ത്? ഞാൻ പറഞ്ഞു, ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. കാരണം ഉണ്ണിയേട്ടൻ അത് ഇവനോട് പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ അദ്ദേഹം ഒരു ടെക്നീഷ്യനാണ്. അപ്പോൾ അത്ര അധികം പടങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ കുറേ കാലമായിട്ട് സിനിമയില്ല. അപ്പോൾ കടുത്ത സാമ്പത്തിക പ്രശ്നത്തിലാണ്. അദ്ദേഹത്തിൻ്റെ 2 മക്കളൊക്കെ പഠിക്കുന്ന 2 കുട്ടികളാണ്. നീ എനിക്ക് തരാൻ ഉദ്ദേശിച്ച പൈസ അയാൾക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. 1989 ഓഗസ്റ്റ് 3-ാം തീയതി കമൽ സാറിൻ്റെ പ്രാദേശിക വാർത്തകൾ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ അപ്രൻറ്റീസായിട്ട് ജോയിൻ ചെയ്തു. അപ്പോഴേക്കും ഷൂട്ടിംഗ് തുടങ്ങിയും അത് 3-ാം ദിവസമായിരുന്നു. അതിൻ്റെ കഥകളൊക്കെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് ആയിരുന്നു ഷൂട്ടിംഗ്. ആ ഷൂട്ടിങ്ങിൽ ആദ്യ ദിവസം ഞാൻ ചെല്ലുമ്പോൾ കള്ളൻ കൊച്ചാപ്പി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന CI പോളേട്ടൻ്റെ വീടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് ക്ലാപ്പ് കൊടുക്കുന്നത് CI പോളേട്ടൻ്റെ മുഖത്താണ്. ഓഹോ, കൃഷ്ണൻ നിൽക്കാൻ തീരുമാനിച്ചു അല്ലേ? തീരുമാനിച്ചു. വെല്ലുവിളിച്ച മുതലാളിക്ക് പുല്ല, അത് വേറെ കാര്യം. അടുത്ത ദിവസം രാവിലെ മണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഷൂട്ടിംഗ്. ആ മണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷൂട്ടിങ്ങിന് പോയ കഥകളൊക്കെ ഞാൻ മുൻപ് വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. മണ്ണൂർ ഷൂട്ടിംഗ് സ്ഥലത്തില്ല. അപ്പോൾ ഒരു വല്ലാത്തൊരു അപരിചിതത്വവുമായിട്ട് ഞാൻ സെറ്റിൽ നിൽക്കുകയാണ്. കാരണം ഈ ഒരു സിനിമയുടെ സെറ്റിൽ ഞാൻ ആദ്യമായിട്ട് പോവുകയാണ്. അവിടെ ആരെയും എനിക്ക് പരിചയമില്ല. ആദ്യം പരിചയപ്പെടുന്ന നടൻ അല്ല, ആ ലൊക്കേഷനിൽ ചെല്ലുന്നതിൻ്റെ തലേ ദിവസം കമൽ സാറിനെ കാണാൻ മഹാറാണിയിൽ ചെല്ലുമ്പോൾ ആദ്യം പരിചയപ്പെടുന്നത് സാദിഖിനെയും സിദ്ദിഖിനെയാണ്. പക്ഷെ പിന്നീട് ഈ പിറ്റേ ദിവസത്തെ ഷൂട്ടിങ്ങിൽ CI പോളിനെ കണ്ടു. പക്ഷെ അവരെ ആരെയും എനിക്ക് പരിചയമില്ല. ലൊക്കേഷനിലുള്ള ടെക്നീഷ്യൻസിനെ ആൾക്കാരെ ആരെയും പരിചയമില്ല. അങ്ങനെ വളരെ അപരിചിതത്വത്തോട് കൂടിയിട്ടാണ് ആ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് കഴിയുന്നത്. അടുത്ത ദിവസം ഷൂട്ടിംഗ് മണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഒരു തിയേറ്ററിൻ്റെ അടുത്ത് ഒരു കള്ള് ഷാപ്പൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അവിടെ ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോൾ രാവിലെ വന്ന ആളുകളൊക്കെ, അഭിനയിക്കാനുള്ള ആളുകളൊക്കെ തയ്യാറാവുന്നു. സാലു ചേട്ടൻ ക്യാമറ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നു. കമൽ സാറ് ഷോട്ടുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാറ് വന്ന് നിന്നു. അതിൽ നിന്ന് ചുവപ്പും കറുപ്പും ചെറിയ കളങ്ങളുള്ള ലുങ്കി എടുത്തിട്ട് ഒരു കാരണവരെ പോലെ ഒരാൾ ഒരു റെയ്ബാൻ കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് ഒരു ഫുൾ സ്ലീവ് ഷർട്ട് കൈയൊക്കെ മടക്കി അലക്ഷ്യമായിട്ട് മടക്കി വെച്ച് ചുണ്ടിലെരിയുന്ന ഗോൾഡ് ഫ്ലേക്കിങ്സ് സിഗരറ്റുമായിട്ട് ഒരാൾ പുറത്തിറങ്ങി. അത് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടനായിരുന്നു. ഉണ്ണിയേട്ടൻ വന്ന് ഉണ്ണിയേട്ടൻ്റെ ഷൂട്ടിങ്ങിന് തയ്യാറെടുക്കുന്നതിൻ്റെ മറ്റ് പ്രിപ്പറേഷൻസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുതിയ ഒരാളെ, കഴിഞ്ഞ സിനിമയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു പെരുവണ്ണാർത്തെ വിശേഷങ്ങളിൽ, അതിൽ കണ്ടിട്ടില്ലാത്ത ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറെ കണ്ടു. അത് ഞാനായിരുന്നു. അപ്പോൾ എന്നെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എന്താ നിൻ്റെ പേര് എന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ലാലു എന്നാണ്. എവിടെ വീട് എന്ന് വെച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒറ്റപ്പാലമാണ്. ഓ, നമ്മുടെ തട്ടകമാണ്, ഞാൻ കേരളശ്ശേരിയാണ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു പരിചയം. പിന്നീട് പാരൻസ് എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. അധ്യാപകരാണെന്ന് പറഞ്ഞു. അവരെവിടുത്തുകാരാണെന്ന് ചോദിച്ചു. അവർ തൃശ്ശൂർക്കാരാണെന്ന് പറയുമ്പോൾ ഞാൻ വടക്കാഞ്ചേരി ആണ് ശരിക്കും നാട്, വടക്കാഞ്ചേരി തൃശ്ശൂർ ജില്ലയാണല്ലോ, അപ്പോൾ നമ്മൾ ഒരേ ജില്ലക്കാരുമാണ്, അങ്ങനെയും നമ്മൾ തമ്മിൽ കണക്ഷനുണ്ട് എന്നൊക്കെ പറഞ്ഞു. നിന്നെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ഏട്ടൻ്റെ മകനുണ്ട്, നിൻ്റെ ചായയാണ്, അവനെ ഓർമ്മ വരും, അതുകൊണ്ട് എനിക്കൊരു അടുപ്പം തോന്നിയത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്നൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ തമ്മിലൊരു വലിയ സൗഹൃദം രൂപപ്പെട്ടു. ആ സിനിമ സെറ്റിൽ ഞാൻ അന്യനല്ല എന്നുള്ള തോന്നലുണ്ടാക്കിയത് ഉണ്ണിയേട്ടനാണ്. ഉണ്ണിയേട്ടൻ പിന്നീട് കമൽ സാറിൻ്റെ ഒരുപാട് സിനിമകളിൽ ഉണ്ണിയേട്ടൻ അഭിനയിച്ചു. ആ കാലത്ത് സത്യാനന്ദിക്കാടിൻ്റെയും കമൽ സാറിൻ്റെയും ഒക്കെ പടങ്ങളിൽ
അവിഭാജ്യ ഘടകമായിരുന്നു ഒടുവിൽ ഉണ്ണിയേട്ടൻ. ൊട്ടു അമ്മണിക്കുട്ടി ഒരു ആലോചന വന്നിട്ടുണ്ട്. ഡോക്ടറാ. എവിടെന്നാ? വടക്കാഞ്ചേരിന്നാ. ഇവിടുന്ന് എന്താ കുഴപ്പം? ഗ്ലാസ് ഇതാ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളം നമ്മുടെ മുമ്പിലുണ്ട്. സാധനം എവിടെ ചോദിക്കുന്ന എനിക്കറിയാം. ഉണ്ടാവുന്ന എനിക്കും അറിയാം. ഭാസ്കര, എന്താടോ ഇത്? നിന്നോട് പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞല്ലേ സച്ചി? അവൻ ആരാ എന്നോട് കൽപ്പിക്കാൻ? ദാസൻ ചട്ടമ്പിയെ ഞാൻ എവിടൊക്കെ അന്വേഷിച്ചു. എനിക്കൊരു ചെറിയ സഹായം വേണ്ടിയിരുന്നു. ഭാര്യയെ തട്ടിക്കൊണ്ട് പോയിട്ടില്ലല്ലോ. ഏത് നിമിഷത്തിലും അത് സംഭവിച്ചേക്കാം. ശരിക്കും നോക്കിക്കോളൂ. അപ്പൊ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, പാർട്ടിക്കാരി മിണ്ടരുത്, വക്കീലാണ്, കോടതി പോകും നോക്കിയാ പറഞ്ഞിട്ടുള്ളത്. അതെന്ത് ബീച്ചാണ്? അതേതെങ്കിലും ഫോറിൻ ബീച്ച് ആയിരിക്കും. അപ്പോഴേക്കും വിഷമായ ഒരു തമാശ പറയാൻ കൂടി പറ്റില്ല. കഷ്ടാണ്. മക്കളില്ലാന്ന് വെച്ചാൽ നമുക്ക് എന്താ ഇവിടെ കുറവ്? നീ പോയി ചായ കുടിക്കും. അവനെ ഞാൻ എന്റെ ജീവിത പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു നോക്കി അച്ഛൻ ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്. എങ്ങനെങ്കിലും ആ മംഗലഞ്ചിയെ ഒന്ന് ഒഴിവാക്കി തരണം. നീ സമാധാനമായിട്ട് ഇരിക്കുക തങ്കച്ച. ഒരു പോംവഴി ഉണ്ടാക്കാം. മദ്യം വിഷാണെന്നാണ് എല്ലാ മതഗ്രന്ഥങ്ങളും പറയണത്. അത് തന്നെയാണ് മംഗലജി എന്നോട് പറഞ്ഞത്. അത് ഞാനിങ്ങനെ തള്ളി പറയാ. നിനക്കത് ശരിയാണെന്ന് തോന്നില്ലേ തങ്കച്ച? അപ്പോൾ ഉണ്ണിയേട്ടനും ഞാനും തമ്മിലൊരു വലിയ വൈകാരികമായിട്ടുള്ളൊരു ബന്ധം ആ സിനിമ തൊട്ട് ഉണ്ടായി. പിന്നീട് ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു. പിൽക്കാലത്ത് ഞാൻ സംവിധായകനായപ്പോൾ എൻ്റെ ആദ്യ സിനിമയിൽ തന്നെ അദ്ദേഹം അഭിനയിച്ചു, മറവത്തൂർ കനവ്. ഓശാര ഇവിടെ നടപ്പില്ലെന്ന് തന്നോട് പറഞ്ഞിട്ടുള്ളതാ. വണ്ടി ഇവിടെ നിർത്താൻ തന്നോട് ഞാൻ പറഞ്ഞു. അവളാ തെറ്റുകാരി. നിന്നെ പോലെ ഒരുത്തനെ അവൾ എന്നാത്തിനെ സ്നേഹിക്കാൻ പോയി. ഏതാനി എന്നെ സ്നേഹിച്ചത്? ദുഷ്ട, മനസ്സാക്ഷിയില്ലാത്തവനാ നീ. ആനി നിനക്ക് അറിയത്തില്ലല്ലേ? ആ സിനിമ ഹിറ്റായപ്പോൾ ഏറ്റവും സന്തോഷിച്ച ഒരാൾ ഉണ്ണിയേട്ടനായിരുന്നു. ഉണ്ണിയേട്ടൻ വീട്ടിലെ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് കലക്കി, ഇനി ഇതുപോലത്തെ സിനിമകളെ ചെയ്യാൻ പാടുള്ളൂ, ഒരു നല്ല ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള സിനിമ, നീ കമലിൻ്റെയും സത്യനന്ദിക്കാടിൻ്റെയും ഒക്കെ പിൻഗാമിയാണ് എന്നൊക്കെ എന്നോട് ആദ്യമായിട്ട് പറയുന്നത് അദ്ദേഹം. വളരെ രസകരമായിട്ടുള്ള ഓർമ്മകളുണ്ട്. ഞാൻ കമൽ സാറിനോടൊപ്പം വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പിൽക്കാലത്ത് മറ്റു 9 സംവിധായകരുടെ കൂടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സിനിമകളിലൊക്കെ ഉണ്ണിയേട്ടനുണ്ടായിരുന്നു. ഹരികുമാർ സാറിൻ്റെ ഉദ്യാനപാലകൻ, KK ഹരിദാസിൻ്റെ വധു ഡോക്ടറാണ്. അങ്ങനെ കുറേ പുറമെ വർക്ക് ചെയ്തിട്ടുള്ള സിനിമകളിലൊക്കെ അദ്ദേഹവും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബന്ധം അങ്ങനെ തുടർന്നു. ഞങ്ങൾ തമ്മിൽ വളരെ ഒരു ബന്ധുക്കളെ പോലെയുള്ളൊരു അടുപ്പമുണ്ടായിരുന്നു. ശിവതാണ്ഡവ ആടല്ല, ശിവകുറ്റി കണ്ട് പൊട്ടിക്കാ വേണ്ടത്. ഇങ്ങനെ ബഹളം വെച്ച് വീഴ അവിടെ എന്താണ്ടായേ? ഞാൻ ചത്തു. നിങ്ങൾ എത്താൻ എനിക്കൊരു ചുക്കുമില്ല. തൃപ്തിയായിടോ? വളരെ നന്ദിയുണ്ട് സാർ. മിണ്ടി പോരുത്, ഒന്ന് കുഴിച്ചു മൂടുന്നത് മനസ്സിലാക്കിക്കോ. അത് വരെ മനസ്സിലായില്ലേ? എന്റെ പേര് പങ്കുണ്ണി മേനോൻ. മെയിൻ ബിസിനസ് അടക്ക കച്ചവടം, ചാണകച്ചവടം. ഇത് സുഭദ്രന്റെ വീട്, ഇതെന്റെ വീട്, ഇതെന്റെ വീട്. എനിക്ക് മക്കള് 2 ഒന്ന് നീയെ, ഒന്ന് പാർവതി. താനൊരു ഭ്രാന്തനെയാണോ എന്റെ മോക്ക് ഭർത്താവായി കൊണ്ടിരിക്കുന്നത്? എന്നോട് ക്ഷമിക്കണം, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഓരോ ആളുകളുടെയും ജീവിതം ഇങ്ങനെ മാറുന്നതിന് പലപ്പോഴും സാക്ഷിയാവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഉണ്ണിയേട്ടൻ ഭയങ്കര തിരക്കിലേക്ക് പോയി. എല്ലാ സിനിമകളിലും ഉണ്ണിയേട്ടനുണ്ട് എന്നുള്ളൊരു ഘട്ടം വന്നു. അപ്പോൾ ഒരു സെറ്റിൽ നിന്ന് മറ്റു സെറ്റിലേക്ക് പോകാൻ ഒരു വാഹനം ആവശ്യമായ സമയത്ത് അദ്ദേഹം ഒരു അംബാസഡർ കാറ് മേടിച്ചു, ഒരു ചോക്ലേറ്റ് കളറിലുള്ള ഒരു അംബാസഡർ കാർ. അതിന് ഒരു ഡ്രൈവറെ വെച്ചു. അവൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഈ ഡ്രൈവർ ഇത്തിരി കുഴപ്പക്കാരനായിരുന്നു. ഭയങ്കര സ്പീഡാണ്. ഒരു ദിവസം ഞാൻ ഒറ്റപ്പാലത്ത് നിൽക്കുമ്പോൾ ഉണ്ണിയേട്ടനെ പുറകിലിരുത്തിയിട്ട് ഇവൻ ഇങ്ങനെ ഒറ്റപ്പാലം ടൗണിലൂടെ ഒരു 80 കിലോമീറ്ററൊക്കെ സ്പീഡിൽ വണ്ടി ഓടിച്ചു പോകണം. അതൊക്കെ ഭയങ്കര സ്പീഡാണ് അംബാസഡറിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഞാൻ പിന്നീട് അടുത്ത ദിവസങ്ങളിൽ എപ്പോഴോ ഉണ്ണിയേട്ടനെ ഒരു സെറ്റിൽ വെച്ച് കണ്ടപ്പോൾ ഉണ്ണിയേട്ടൻ, നിങ്ങളുടെ ഡ്രൈവർ ആൾ ഇത്തിരി കുഴപ്പമാണ് കേട്ടോ, എന്തൊരു സ്പീഡാണ്, നിങ്ങളെ കൊണ്ടുപോയി കൊല്ലും. മാത്രമല്ല ഇവൻ ആ സെറ്റിൽ ആ സമയത്ത് ഏതൊരു സിനിമയിലെ ഏതൊരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഉണ്ണിയേട്ടൻ തല മുട്ടയടിച്ചു. അപ്പോൾ ആ കാലത്ത് പ്രസിദ്ധമായിട്ടുള്ള ഒരു TV ആയിരുന്നു ഓണിഡ TV. ഓണിഡ TVയുടെ പരസ്യത്തിൽ തല മുട്ടയടിച്ച ഒരു ചെകുത്താൻ ആയിരുന്നു, ഡെവിളാണ് അതിൻ്റെ മോഡൽ. അപ്പോൾ അതിൻ്റെ ഫേമസ് പരസ്യമുണ്ട്, നെയ്ബേഴ്സ് എൻവി ഓണേഴ്സ് പ്രൈഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരസ്യമാണ്. അപ്പോൾ ഇവൻ ഉണ്ണിയേട്ടനെ മറ്റാളുകളുടെ അടുത്ത് അഭിസംബോധന ചെയ്യുന്നത്, എവിടെ ഓണിഡ ഉണ്ണി എവിടെ വെച്ചാൽ അദ്ദേഹം മുട്ടയടിച്ചിട്ട് ആ ഷേപ്പാണെന്നാണ് പറയുന്നത്. ഓണിഡ ഉണ്ണി എന്നാണ് ഡ്രൈവർ അവൻ്റെ ഓണറെ, അവന് ജോലി കൊടുത്ത ആളെ വിളിക്കുന്നത്. അപ്പോൾ അതും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിനെ കളിയാക്കുന്നത് എനിക്കത്ര ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ അതും ഈ സ്പീഡും ഒക്കെ വെച്ചിട്ട് ഞാൻ ഉണ്ണിയേട്ടനോട് പറഞ്ഞു, ഇവനെ ഇത്തിരി ഒന്ന് സൂക്ഷിക്കണം, ഇവനൊന്ന് കൺട്രോൾ ചെയ്യണം, നിങ്ങളുടെ
വിലപ്പെട്ട ജീവനാണ്. ഇത്രയും സ്പീഡിലൊക്കെ പോയി ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കിടപ്പിലൊക്കെ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഉണ്ണിയേട്ടൻ പറഞ്ഞു, അവനൊരു പാവാടോ, സ്പീഡ് ചെറുപ്പല്ലേ, ഇത്തിരി സ്പീഡൊക്കെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ണിയേട്ടൻ അവനെ ന്യായീകരിച്ചു. അതങ്ങനെ വിട്ടു. അടുത്ത സെറ്റിൽ എവിടെ വെച്ചിട്ട് ഉണ്ണിയേട്ടനുണ്ട്, ആ സെറ്റിൽ, ഞാൻ വർക്ക് ചെയ്യുന്ന സെറ്റിൽ ഉണ്ണിയേട്ടനുണ്ട്. ഈ ഡ്രൈവർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, താൻ തൊഴിലാളികളുടെ പണി കളയാൻ നടക്കുകയാണല്ലേ, താൻ എന്നെക്കുറിച്ച് എന്തൊക്കെയാണ് ഉണ്ണിയേട്ടനോട് പറഞ്ഞു കൊടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. കാരണം ഉണ്ണിയേട്ടൻ അത് ഇവനോട് പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞത് ശരിയാണ്, നീ ഇത്രയും വാല്യുബിളായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്, അയാളുടെ ജീവന് ഭയങ്കര വിലയുള്ളതല്ലേ, നീ ഇത്രയും സ്പീഡിൽ പോയിട്ട് ഒരു അപകടം ഉണ്ടായിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയാൽ ആര് സമാധാനം പറയും? നിനക്ക് അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും? ഈ സിനിമയ്ക്ക് ഉണ്ടാവുന്ന നഷ്ടത്തിന് ആര് സമാധാനം പറയും? എത്ര സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ആ ഷൂട്ടിങ്ങുകളൊക്കെ മുടങ്ങിപ്പോവില്ലേ, എത്ര പേരുടെ ജീവിതത്തിനെ ബാധിക്കും? അതുകൊണ്ട് ഞാൻ പറഞ്ഞത് തന്നെയാണ്, നിൻ്റെ സ്പീഡ് കൂടുതലാണ്. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ ഒന്ന് മനസ്സിലാക്കണം, എനിക്കും ജീവനിൽ കൊതിയുണ്ട്, പക്ഷേ ഈ ഉണ്ണിയേട്ടൻ കാറിൽ കയറി കഴിഞ്ഞാൽ സ്പീഡിൽ പോടാ പോടാന്ന് പറഞ്ഞിട്ട് സ്പീഡ് കുറയ്ക്കാൻ സമ്മതിക്കില്ല, ഞാനെന്ത് ചെയ്യാനാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഓക്കെ. അത് കഴിഞ്ഞ് ഉണ്ണിയേട്ടൻ തനി നാട്ടിൻപുറത്തുകാരനാണ്. ഇപ്പം ഒരു കുട്ടികളുടേതുപോലുള്ള കൗതുകങ്ങളും നല്ല സ്പീഡിൽ പോണ ബസ്സുകൾ കുട്ടികൾക്ക് ഇഷ്ടമാണല്ലോ, അതുപോലെയാണ് അദ്ദേഹം കാറിൽ ഇവനോട് പറയുന്നത്. ഒരുപാട് രസകരമായ അത്തരം ഓർമ്മകൾ ഉണ്ണിയേട്ടനായിട്ടുണ്ട്. ഇപ്പോൾ സത്യേട്ടൻ്റെ സെറ്റിൽ സത്യേട്ടനോട് ഭയങ്കര സ്നേഹവും റെസ്പെക്റ്റും ഒക്കെയാണ്. അപ്പോൾ അദ്ദേഹം സത്യേട്ടൻ്റെ ഒരു സെറ്റിൽ ഷൂട്ടിംഗ് കഴിഞ്ഞു എന്ന് സത്യേട്ടൻ്റെ അസിസ്റ്റൻ്റ് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി മേക്കപ്പ് അഴിക്കുന്നതിന് മുൻപ് സത്യേട്ടനോട് പോയി ചെന്ന് നേരിട്ട് ചോദിച്ച് കൺഫേം ചെയ്യും, സത്യ കഴിഞ്ഞല്ലോ, ഞാൻ മേക്കപ്പ് വരാൻ പോവാണ്, ഞാൻ റൂമിലേക്ക് പോവാണ്, ഇന്നിനി ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പലതവണ ചോദിക്കും. അത് കമൽ സാറിനോടാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതെന്താണ് അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ പുള്ളി 2 കുപ്പി ബിയർ മേടിക്കും, എന്നിട്ട് ഒറ്റയ്ക്ക് ആ ബിയറൊക്കെ കഴിച്ച് ചില കഥകളിപ്പതൊക്കെ പാടി മേശപ്പുറത്ത് താളം അടിച്ച്, ചിലപ്പോൾ അടുത്ത വല്ല വേറെ ഏതെങ്കിലും ആർട്ടിസ്റ്റുകളുണ്ടെങ്കിൽ അവർ വരും, അപ്പോൾ അവരായിട്ട് സൊറ പറഞ്ഞിരുന്ന് അങ്ങനെയാണ്. അപ്പോൾ മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ സെറ്റിലേക്ക് പോവുകയോ അഭിനയിക്കുകയോ ഒന്നും ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് സത്യേട്ടൻ്റെയൊക്കെ സെറ്റിൽ. അങ്ങനെ ഒരു പ്രാവശ്യം സത്യേട്ടൻ്റെ സെറ്റിൽ നിന്ന് ഇങ്ങനെ എല്ലാം ചോദിച്ച് കൺഫേം ചെയ്ത് വർക്ക് കഴിഞ്ഞൊന്ന് ഉറപ്പിച്ചിട്ട് റൂമിൽ പോയി പുള്ളി ഒരു ബിയറൊക്കെ കഴിച്ച് അടുത്ത ബിയർ പൊട്ടിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓടിക്കഴിച്ച് മാനേജർ വന്നിട്ട് പറഞ്ഞു, ഉണ്ണിയേട്ടാ ഒരു ഷോട്ട് എടുക്കാൻ മറന്നുപോയി, തിരിച്ച് ലൊക്കേഷനിലേക്ക് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ണിയേട്ടൻ, അയ്യോ ഞാൻ അപ്പോഴേ ചോദിച്ചല്ലേ, ഇനി വരാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സത്യേട്ടൻ പറഞ്ഞ് വന്ന് പോകണം, ആ ലൊക്കേഷൻ ഇന്നത്തോടു കൂടി തീരുകയാണ്, അപ്പോൾ ഇന്ന് തന്നെ വന്നേ പറ്റുള്ളൂ, എന്ത് പ്രശ്നം പറഞ്ഞാലും പിടിച്ചുകൊണ്ട് വരാനാണ് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നിവൃത്തിയില്ലാണ്ട് സ്വയം ശപിച്ച് ഇദ്ദേഹം കാറിൽ കയറിയിട്ട് സത്യേട്ടൻ്റെ സെറ്റിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ആ ഷോട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സത്യേട്ടൻ്റെ അടുത്തേക്കൊന്നും പുള്ളി പോകണില്ല, കാരണം മണം കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം സത്യേട്ടൻ ഉണ്ണിയേട്ടൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉണ്ണിയേട്ടാ ഈ അമൃതാഞ്ജൻ്റെ മണത്തിനേക്കാൾ നല്ലത് മറ്റേ മണം തന്നെ കേട്ടോ. കാരണം സത്യേട്ടന് ഈ ബിയറിൻ്റെ മണം അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പുള്ളി നിറയെ അമൃതാഞ്ജൻ വാരി പൂശിയിട്ടാണ് പോയത്. അപ്പോൾ അതിൻ്റെ മണം രണ്ടിൻ്റെയും കൂടിയിട്ട് അസഹ്യമായ ഒരു മണം ഉണ്ടായിരുന്നു. അതാണ് സത്യേട്ടൻ പറഞ്ഞത്. ചിരിച്ച് ആ കഥ കേട്ട് ഞങ്ങളെല്ലാവരും ചിരിച്ച് ചത്തുപോയി. അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് കുസൃതിയുള്ള ഓർമ്മകളുണ്ട്. എൻ്റെ 2ാം ഭാവം എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ചെന്നൈയിൽ വെച്ചാണ് ഷൂട്ടിങ്. അദ്ദേഹം അവിടെ വന്നിട്ടുണ്ട്. തിലകൻ ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള വലങ്കൈ ആയിട്ടുള്ള ഒരാളായിട്ടാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. ഇയാൾക്ക് ഇതല്ലാതെ വേറെ പാട്ടൊന്നും അറിയില്ലേ? ഒരു 10-20 തവണയായി ഞാൻ തന്നെ കേൾക്കും. അല്ല ഗോവിന്ദി, എന്നാ നമുക്കിതൊരു കാസറ്റിലാക്കിയാ പോരെ? 4 തരം കേക്ക് ആവാം, ഇയാൾക്ക് ഇങ്ങനെ കൂടെ പൈസയും കൊടുക്കണ്ട. എന്റെ വക്കീല അഡ്വക്കേറ്റ് പോറ്റി. അപ്പോൾ അദ്ദേഹം തലേദിവസം ഇരുന്നിട്ട് കഥ മുഴുവൻ കേട്ടു, സ്ക്രിപ്റ്റ് മുഴുവൻ വായിച്ച് കേട്ടു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, എന്നെ മാറ്റി വിളിച്ചിട്ട് ചോദിച്ചു, ഈ കഥ ആരാ കൊണ്ടുവന്നത്? നീ എന്തിനാണ് ഇങ്ങനെ ഒരു കഥ സെലക്ട് ചെയ്തത്? ഇത് മുഴുവൻ വെടിയും കുത്തും
കൊലപാതകമൊക്കെ ഉള്ളൊരു സിനിമ, നീ സത്യൻ്റെയും കമലിൻ്റെയൊക്കെ പോലെ നാട്ടുമ്പുറ പശ്ചാത്തലത്തിലുള്ള നല്ല നന്മയും തമാശയുള്ള സിനിമകളാണ് ചെയ്യേണ്ടത്, അല്ലാണ്ട് ഇങ്ങനത്തെ വെട്ടും കുത്തും കൊലപാതകം എന്നുള്ള സിനിമയല്ല. അപ്പം ഞാൻ പറഞ്ഞു അത് അതിൽ അങ്ങനെ ഒരു സെക്ഷനുണ്ട്, പക്ഷെ അങ്ങനെ അല്ലാത്ത ഒരു ഗ്രാമീണ സെക്ഷൻ വേറെ ഒരു പകുതി അങ്ങനെയാണ്. ഉണ്ണിയേട്ടനിപ്പോൾ ഈ മംഗലാപുരം സിറ്റി പോർഷനിലാണ് വരുന്നതെന്നുള്ളതുകൊണ്ട് ഉണ്ണിയേട്ടന് തോന്നണതായിരിക്കും. അല്ലല്ല, ഈ സിനിമ ഓടാൻ സാധ്യതയില്ല കേട്ടോ. ഈ സിനിമ ഓടിയില്ലെങ്കിലും നീ വിഷമിക്കണ്ട, കാരണം നീ കഴിവ് തെളിയിച്ചാണ് 2 സിനിമകളിലൂടെ. അടുത്ത സിനിമയിൽ വീണ്ടും ചെയ്യാം, പക്ഷേ ഈ സിനിമ നീ മനസ്സിലെഴുതി വെച്ചോ, ഇത് ഓടില്ല. അപ്പം ഞാൻ ആകെ അപ്സെറ്റായി. സിനിമ പിറ്റേ ദിവസം ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. അന്ന് രാത്രി ഉണ്ണിയേട്ടൻ പോയി 2-3 ബിയർ അടിച്ചിട്ടുണ്ട്. രാത്രി ഒരു 11 മണിക്ക് എൻ്റെ റൂമിൽ തട്ടിയിട്ട് എന്നെ എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, നീ വിഷമിക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ വിളിച്ചു, അല്ല പടം ഓടിക്കോളും എന്ന് പറയാനായിരിക്കുന്നത്. നീ വിഷമിക്കണ്ട, ഈ പടം പൊട്ടും, പക്ഷേ അടുത്ത പടം വിജയിച്ചോളും. ഇതുകൊണ്ടൊന്നും നിനക്ക് സിനിമ ഇല്ലാണ്ടാവാനൊന്നും പോകണില്ല. പക്ഷേ ഇത് നിന്നെ ആരോ ചതിച്ചതാണ്. ആരാണ് ഈ കഥ കൊണ്ടുവന്നത്? അതേപോലെ 7 Arts മോഹൻ ചേട്ടനാണ് ഇതിൻ്റെ റൈറ്റർ, രഞ്ജന പ്രമോദാണ് റൈറ്റർ. അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്തുക, അവർ 2 പേരും കൂടി വന്നിട്ടാണ് ഈ കഥ പറഞ്ഞത്. 7 Arts മോഹന് നിന്നോട് എന്തോ ദേഷ്യമുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ സമാധാനിപ്പിച്ചു, ഇല്ല അങ്ങനെയൊന്നും സംഭവിക്കില്ല, ചേട്ടൻ പോയി കിടന്നുറങ്ങുമെന്നൊക്കെ പറഞ്ഞു. പുള്ളിയെ റൂമിൽ കൊണ്ടാക്കി തിരിച്ചു വന്ന് കിടന്നുറങ്ങി. പക്ഷേ എൻ്റെ ഉള്ളിൽ അതൊരു ആശങ്കയായിട്ട് കിടന്നു. അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്തതുപോലെ തന്നെ ആ സിനിമ വിജയിച്ചില്ല. അപ്പോൾ പരാജയമാണെന്ന് അറിഞ്ഞതിന് ശേഷം ഒരു ദിവസം എനിക്ക് വീട്ടിലേക്ക് കോൾ വന്നു. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇത് വേണ്ടാത്ത പണിയാണെന്ന് ഞാൻ അന്നേ പറഞ്ഞില്ലേ. അങ്ങനെയാണ് ഉണ്ണിയേട്ടൻ ഈ സിനിമാക്കാരുടെ ഡിപ്ലോമസിയും ആവശ്യമില്ലാത്ത സൂപ്പിക്കലും ഒന്നുമുള്ള ആളല്ല. സ്നേഹമുള്ള ആൾക്കാരോട് തോന്നുന്ന കാര്യങ്ങൾ അതുപോലെ പറയും. പിന്നീടും മീശമാധവനിലൊക്കെ അദ്ദേഹം അഭിനയിച്ചു. ആ സിനിമ ഹിറ്റായപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായിരുന്നു. അങ്ങനെ കുറേ സിനിമകൾ കഴിഞ്ഞ് സമയത്താണ് അദ്ദേഹത്തിന് കിഡ്നിക്ക് പ്രോബ്ലം വരുന്നത്. കിഡ്നി പ്രോബ്ലം വന്നു, അദ്ദേഹത്തിന് ഡയാലിസിസ് ആരംഭിച്ച്, തൃശ്ശൂർ ഡയാലിസിസാണ്. അപ്പോൾ ആ സമയത്താണ് ചാന്തുവട്ട് എന്ന് പറയുന്ന എൻ്റെ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. അപ്പോൾ ചാന്തുവട്ടിൽ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ കടപ്പുറത്ത് ആണ് ഷൂട്ടിങ്. എല്ലാ സീനുകളും കടപ്പുറത്താണ്, എല്ലാം ഔട്ട്ഡോറാണ്. അതിൽ മാളച്ചേട്ടൻ ചെയ്ത റോള് ശരിക്ക് ഉണ്ണിയേട്ടന് വേണ്ടി പറഞ്ഞു വെച്ചതായിരുന്നു. അന്ന് അത് പറയുന്ന സമയത്ത്, അദ്ദേഹത്തോട് പറയുന്ന സമയത്ത് ആ സിനിമ നടന്നില്ല. പിന്നീട് 1 വർഷത്തിന് ശേഷം ആണ് ചാന്തുവട്ട് തുടങ്ങുന്നത്. അങ്ങനെ ചാന്തുവട്ട് തുടങ്ങുന്ന സമയമായപ്പോഴേക്കും അദ്ദേഹത്തിന് അസുഖമായി. അപ്പോൾ വിയർക്കാനൊന്നും പാടില്ല. ഈ ഡയാലിസിസ് നടക്കുന്ന സമയത്ത് വെയിലത്ത് നിൽക്കാനോ വിയർക്കാനോ ഒന്നും പാടില്ല. അപ്പോൾ ഞാൻ ഉണ്ണിയേട്ടനോട്, പിന്നെ വെള്ളം ഒരുപാട് കുടിക്കാൻ പാടില്ല. അപ്പോൾ ഈ കടപ്പുറത്ത് പൊരി വെയിലത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ വെള്ളം കുടിക്കാണ്ടിരിക്കാനൊന്നും പറ്റില്ല, വിയർക്കാതിരിക്കുക എന്ന് പറയുന്ന കാര്യം നടക്കില്ല. ആലപ്പുഴ ചേർത്തലയിലൊക്കെയാണ് ഷൂട്ടിങ്. അപ്പോൾ ഉണ്ണിയേട്ടൻ എന്നെ ഈ പടം തുടങ്ങുന്നു എന്ന് അറിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. എപ്പോഴാണ് മെയിൻ മുക്കുവാൻ എപ്പോഴാണ് വരേണ്ടത് എന്ന് ചോദിച്ച് വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്രാവശ്യം മെയിൻ മുക്കുവാൻ വരണ്ട, മുക്കുവാൻ റെസ്റ്റ് എടുക്കൂ, ട്രീറ്റ്മെൻറ്റ് നടക്കട്ടെ. അല്ല, ഞാൻ സത്യൻ്റെ പടത്തിലൊക്കെ അഭിനയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ സത്യേട്ടൻ്റെ പടത്തിൽ എനിക്കറിയാം അതിൻ്റെ കഥ. അത് ഒരു വീടിനകത്ത് നടക്കുന്ന സംഭവമാണ്. വീടിനകത്താണ് ഉണ്ണിയേട്ടൻ്റെ ഇതൊക്കെ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ണിയേട്ടനെ കെയർ ചെയ്യാൻ പറ്റും. എനിക്ക് ഇവിടെ അങ്ങനെ ഒരു കെയർ തരാൻ പറ്റില്ല. നട്ടപ്പുറ വെയിലത്താണ് ഉണ്ണിയേട്ടൻ. അപ്പോൾ ഈ പടം പോട്ടെ, നമുക്ക് അടുത്ത പടം ചെയ്യാം എന്ന് പറഞ്ഞ് വേദനയോട് കൂടിയിട്ട് എനിക്ക് അദ്ദേഹത്തിനെ ഒഴിവാക്കേണ്ടി വന്നു. അങ്ങനെ ആ സിനിമ കഴിഞ്ഞ് ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ച് ഞാൻ ഒറ്റപ്പാലത്തേക്ക് പ്രൊഡക്ഷൻ്റെ കാറിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ ആ ഷൂട്ടിംഗ് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു പേയ്മെൻറ്റ് പ്രൊഡ്യൂസേഴ്സ് തന്നിട്ടുണ്ട്. ആ പൈസ ആയിട്ട് ഞാൻ വരുന്ന സമയത്ത് ഞാൻ ഉണ്ണിയേട്ടനെ വിളിച്ചു. ഉണ്ണിയേട്ടന് ഈ ഡയാലിസിസ് നടക്കുന്നതുകൊണ്ട് പൈസയ്ക്കൊക്കെ ആവശ്യം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഈ പടത്തിൻ്റെ ഒരു റെമ്യൂണറേഷൻ അദ്ദേഹം എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടെന്നും എനിക്കറിയാം. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് വിളിച്ചിട്ട് പറഞ്ഞു, ഉണ്ണിയേട്ടാ എനിക്ക് എൻ്റെ പേയ്മെൻറ്റിൻ്റെ പാർട്ട് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, പൈസയ്ക്കൊക്കെ ആവശ്യമുള്ള സമയം അല്ലേ, എത്ര രൂപ അത്യാവശ്യം ഉണ്ടെന്ന് പറയും, ഞാൻ അത് കൊടുത്തു വിടാം. വണ്ടിയുണ്ട്, ഡ്രൈവറും ഉണ്ട്. അപ്പം ഞാൻ ഒറ്റപ്പാലത്ത് ഇറങ്ങിയിട്ട് ഞാൻ ഈ ഡ്രൈവറുടെ കയ്യിൽ തന്നെ കൊടുത്തു വിടാം. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ എവിടെ എത്തിയെന്ന് വെച്ചു. ഞാൻ തൃശ്ശൂർ എത്താൻ പോകുന്നു. അപ്പോൾ നീ വടക്കാഞ്ചേരി വഴിയല്ലേ വരിക എന്ന് വെച്ചു. അപ്പോൾ അവൻ അതെ. അപ്പോൾ തൃശ്ശൂർ അത്താണിയിൽ സിനിമയിലുള്ള മറ്റൊരാളുടെ പേര് പറഞ്ഞു. ആ ആളെ എനിക്കറിയാം, ഞാൻ പണ്ട് അസോസിയേറ്റ് ആയിരിക്കുമ്പോൾ അയാളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു സിനിമയിൽ. അപ്പോൾ മൂപ്പര് പറഞ്ഞു, അയാൾക്ക് ഡയാലിസിസ് നടക്കുകയാണ്,
എനിക്ക് ആഴ്ചയിൽ ഒന്നേ ഉള്ളൂ, അയാൾക്ക് ആഴ്ചയിൽ 2 ഡയാലിസിസാണ്. അപ്പോൾ അദ്ദേഹം ഒരു ടെക്നീഷ്യനാണ്. അപ്പോൾ അത്ര അധികം പടങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ കുറേ കാലമായിട്ട് സിനിമയില്ല. ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രശ്നത്തിലാണ്. അദ്ദേഹത്തിൻ്റെ 2 മക്കളൊക്കെ പഠിക്കുന്ന 2 കുട്ടികളാണ്. നീ എനിക്ക് തരാൻ ഉദ്ദേശിച്ച പൈസ അയാൾക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അത്താണി എത്തിയപ്പോൾ ആ ആളുടെ വീടിൻ്റെ വഴിയൊക്കെ അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അദ്ദേഹം ഞെട്ടിപ്പോയി, കാരണം ഞങ്ങൾ തമ്മിൽ അങ്ങനെ അടുത്തൊരു ബന്ധമൊന്നുമില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിന് പൈസ കൊടുത്തു. പറഞ്ഞത് ഉണ്ണിയേട്ടൻ തരാൻ പറഞ്ഞതാണ്. അപ്പോൾ മൂപ്പര് പറഞ്ഞു, ആ ഉണ്ണിയേട്ടനെ ഞാൻ അവിടെ ഡയാലിസിസിന് മുമ്പ് കാണാറുണ്ട്, ഇടയ്ക്ക് ഞങ്ങളൊരു ഒരേ ദിവസമൊക്കെ വരും. അതാണ് ഉണ്ണിയേട്ടൻ. അങ്ങനെ അത് കഴിഞ്ഞ് അധികം വൈകാതെ ഉണ്ണിയേട്ടൻ മരിച്ചുപോയി. അപ്പോൾ ഒരു കടം എനിക്ക് ബാക്കിയായതുപോലെ എപ്പോഴും തോന്നും. കാരണം അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വന്ന് വർക്ക് ചെയ്യാവുന്ന തരത്തിലുള്ള റോളുകൾ വരുമ്പോൾ അദ്ദേഹത്തെ വിളിക്കാം, അദ്ദേഹത്തെ അഭിനയിപ്പിക്കാമായിരുന്നു. പക്ഷെ അതൊന്നും സാധിച്ചില്ല. വളരെ വിചാരിച്ചതിനേക്കാൾ മുമ്പ് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം മരിച്ചുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ 1ാം ചരമ വാർഷികം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട് കേരളശ്ശേരി, എൻ്റെ ഒറ്റപ്പാലത്ത് നിന്ന് കുറച്ചടുത്താണ്. കേരളശ്ശേരിയിലെ വാർഷികത്തിന്, മരണവാർഷികത്തിനെ കുറിച്ച് ഏതോ 1-2 വാർഷികങ്ങൾക്കൊക്കെ ഞാൻ അവിടെ പോയി. അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ അനുസ്മരണ കമ്മിറ്റി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കേരളശ്ശേരിയിൽ ഒരു സ്മാരകം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചു. അവർ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 10 സെൻറ്റ് സ്ഥലം മേടിച്ച് മറ്റേ ആ സൊസൈറ്റിയുടെ പേരിൽ മേടിച്ചാൽ അവിടുത്തെ MLA വിജയകുമാർ MLA ആണ്, അദ്ദേഹം പിന്നീട് മരിച്ചുപോയി. വിജയകുമാർ MLA ഗവൺമെൻറ്റിനെ കൊണ്ട് അവിടെ സ്മാരകം കെട്ടിത്തരാമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ ഒരു ബിൽഡിങ് കെട്ടണം. ആ ബിൽഡിങ് ഗവൺമെൻറ് കെട്ടിക്കുള്ളൂ. അവിടെ കുട്ടികൾക്ക് സംഗീതം ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന, കുട്ടികൾക്കുള്ളൊരു ലൈബ്രറി ഒക്കെ ആയിട്ട് അദ്ദേഹത്തിനെ അനുസ്മരിക്കുന്ന ഒരു സ്മാരകം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഈ സ്ഥലം മേടിക്കാൻ പൈസ സഹായിക്കണം എന്നാണ്. അപ്പോൾ 10 സെൻറ്റ് സ്ഥലത്തിന് 10 ലക്ഷം രൂപയാണ്. പിന്നെ ഒരു അന്നത്തെ കാലത്ത് ഒരു 60,000 രൂപ ഇതും വേണം, രജിസ്ട്രേഷൻ ഫീസും വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ. എനിക്ക് ഒറ്റയ്ക്ക് അത്രയും പൈസ തരാൻ എൻ്റെ കയ്യിലില്ല. സോഷ്യൽ മീഡിയയിലൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഒടുവിൽ ഉണ്ണികൃഷ്ണന് സ്മാരകം വരുന്നു, നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഈ നമ്പറിലേക്ക് അയക്കുക എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സെക്രട്ടറിയുടെ നമ്പറൊക്കെ കൊടുത്തിട്ട്, അക്കൗണ്ട് നമ്പറൊക്കെ കൊടുത്തിട്ട് ഒരു അപേക്ഷ അയച്ചു. ഞാൻ നിങ്ങൾക്ക് 100 രൂപയാണ് അയക്കാൻ പറ്റുന്നതെങ്കിൽ 100 രൂപ. അദ്ദേഹത്തിൻ്റെ ഇത്രയും സിനിമകൾ കണ്ടിട്ടുള്ള ആൾക്കാർ 100 രൂപ എന്ന് പറയുമ്പോൾ അത്ര വലിയ കാര്യമില്ല. ഒരു 500 രൂപ പറ്റുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പറ്റുന്ന ആൾക്കാർ ഒരു 1000 രൂപയൊക്കെ ഇട്ടാൽ നമുക്ക് അതിന് ആ സ്ഥലം മേടിച്ചു കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടു. അപ്പോൾ അതിനടിയിൽ മുഴുവൻ കുറേ പേര് കുറച്ച് പൈസകളൊക്കെ ഇങ്ങനെ അയച്ചിരുന്നു. അടിയിൽ മുഴുവൻ എന്നെ ചീത്ത വിളിച്ചിട്ട്, നീ വലിയ പണക്കാരനല്ലടാ, നിനക്കണ്ട് മേടിച്ചു കൊടുത്തൂടെ, നീ എന്തിനാണ് ഇരക്കാൻ നടക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് അടിയിൽ ഭയങ്കര കമൻസൊക്കെ വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. 10 ലക്ഷം രൂപ എനിക്കും വലിയ തുകയാണ്. അങ്ങനെ ഒരു 2 മാസം കഴിഞ്ഞപ്പോഴേക്കും ഒരു 30,000-ഓളം രൂപ പല വഴിക്ക് കിട്ടിയിട്ടുണ്ട്. 1 ലക്ഷം രൂപ കമ്മിറ്റിയുടെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനോട് ഒന്ന് ഈ 1 ലക്ഷം രൂപ സെൻറ്റിന് എന്നുള്ളതൊന്ന് കുറച്ച് തരാൻ പറ്റുമെന്ന് ചോദിക്കുമെന്ന്. അപ്പോൾ അവർ ചോദിച്ചു, അയാൾ സമ്മതിച്ചില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, 5 സെൻറ്റ് സ്ഥലം മേടിക്കുക, 5 സെൻറ്റ് സ്ഥലത്തും വീട് ഇത് പണിയാം. MLAയോട് ചോദിക്കുക, 5 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ ബിൽഡിങ് കെട്ടി തരുമെന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ MLA ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 5 സെൻറ്റ് സ്ഥലം മേടിക്കും. 5 സെൻറ്റ് സ്ഥലം മേടിക്കണമെങ്കിൽ 5 ലക്ഷം രൂപയും 30,000 രൂപ ഇതും വേണം. 1,30,000 നമ്മുടെ കയ്യിലുണ്ട്, 4 ലക്ഷം രൂപയെ ബാക്കിയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉണ്ണിയേട്ടൻ്റെ പേരിൽ ഒരു പിരിവിന് ഇറങ്ങുന്നത് അദ്ദേഹത്തിന് എന്തായാലും സങ്കടമായിരിക്കും. ഇപ്പോൾ ഈ 30,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ ചീത്തവിളിയും ആളുകളുടെ ലഭ്യവും കേട്ടു. കുറേ നല്ല ആളുകൾ പൈസ സഹായിക്കുകയും ചെയ്തു. അപ്പോൾ അതിനി വേണ്ട, 4 ലക്ഷം രൂപയല്ലേ ആവശ്യമുള്ളൂ, അതിന് ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ മമ്മൂക്കയുടെ അസിസ്റ്റൻ്റ് മാനേജർ കം മേക്കപ്പ് മാനായിട്ടുള്ള ജോർജിനെ വിളിച്ചിട്ട് പറഞ്ഞു, ജോർജ് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, 4 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അവർക്ക് ആ സ്ഥലം 1,30,000 രൂപ അവരുടെ കയ്യിലുണ്ട്, 4 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ
ആ സ്ഥലം മേടിക്കാം, ഗവൺമെൻറ് അവിടെ സ്മാരകം പണിത് കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മമ്മൂക്ക 4 ലക്ഷം തരണ്ട, 1 ലക്ഷം രൂപ മമ്മൂക്ക തരുമോയെന്നൊന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് സംഘടിപ്പിച്ചോളാം. 1 ലക്ഷം രൂപ സഹായിക്കാൻ പറ്റുമെന്ന് ചോദിക്കാൻ പറഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ജോർജിൻ്റെ മറുപടി എനിക്ക് വന്നു. 1 ലക്ഷം രൂപയുടെ ചെക്ക് എഴുതി തന്നിട്ടുണ്ട്, എവിടെ ആരുടെ പേരിലാണ് എഴുതേണ്ടതെന്ന്. ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്തു. എന്നെ അന്ന് മമ്മൂക്ക വിളിക്കുക പോലും ചെയ്തിട്ടില്ല. ജോർജ് കാര്യം പറഞ്ഞു, ഇത്രയും വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. മമ്മൂക്ക 1 ലക്ഷം രൂപയുടെ ചെക്ക് ഈ സ്മാരക കമ്മിറ്റിക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ആൻ്റണി പെരുമ്പാവൂരിനെ വിളിച്ചു, ഇങ്ങനൊരു ആവശ്യമുണ്ട്, മമ്മൂക്ക 1 ലക്ഷം രൂപ എന്നുണ്ട്, ലാലേട്ടന് 1 ലക്ഷം രൂപ തരുമോ എന്ന് ചോദിച്ചു. അടുത്ത ദിവസം ആൻ്റണിയുടെ മറുപടി വന്നു, ചെക്ക് അയച്ചിട്ടുണ്ട്. അത് രണ്ടും കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ആൾ ദിലീപാണ്. ഞാൻ ദിലീപിനോട് ചോദിച്ചു. അപ്പോൾ ദിലീപ് പറഞ്ഞു, എന്നാൽ വേറെ ആരോടും ചോദിക്കണ്ട, 2 ലക്ഷം രൂപ അല്ല ബാക്കി വേണ്ട, അത് ഞാൻ തന്നേക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് വേണ്ട, ഒരാളോടും കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. അപ്പം നീ 1 ലക്ഷം രൂപ തന്നാൽ മതി, മറ്റത് ഒരാളോടും കൂടി ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ആദ്യം നീ അന്ന് അയാളോട് ചോദിക്ക്, അത് നടന്നില്ലെങ്കിൽ ബാക്കി ആവശ്യമുള്ള മൊത്തം പൈസ ഞാൻ തന്നേക്കാം, അത് നടക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപ തന്നേക്കാം. അങ്ങനെ ഞാൻ ചാക്കോച്ചനെ വിളിച്ചു, കുഞ്ചാക്കോ ബോബനെ വിളിച്ചു. കുഞ്ചാക്കോ ബോബൻ അപ്പോൾ തന്നെ 50,000 രൂപ അയച്ചു തരും. പിന്നെ അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് ക്ലബിൻ്റെ വകയായിട്ട് ഒരു 50,000 രൂപ. അങ്ങനെ 50, 1 ലക്ഷം രൂപ ചാക്കോച്ചൻ അയച്ചു, ബാക്കിയുള്ള 1 ലക്ഷം രൂപ ദിലീപ് അയച്ചു തന്നു. അങ്ങനെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സ്മാരകത്തിന് വേണ്ടിയിട്ട് 5 സെൻറ്റ് സ്ഥലം മേടിച്ചു. ആ സ്ഥലം കിട്ടി. രജിസ്ട്രേഷൻ കഴിഞ്ഞപ്പോൾ വിജയകുമാർ MLA ഗവൺമെൻറ്റിൽ നിന്ന് ആ സ്മാരകത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് റിലീസ് ചെയ്തു. അവിടെ ഉണ്ണിയേട്ടൻ്റെ ഒരു സ്മാരകം ഉണ്ടായി. അവിടെ കുട്ടികളെ ഫ്രീ ആയിട്ട് സംഗീതം പഠിപ്പിക്കുന്നുണ്ട്. ഒരു ചെറിയ ലൈബ്രറി ഉണ്ട്. ലൈബ്രറിയിലേക്കുള്ള ബുക്കുകൾ ഓരോ കാലഘട്ടങ്ങളിൽ ഞാൻ മേടിച്ച് കൊടുക്കും. കുറച്ച് അവർ അവിടെ നിന്ന് ആളുകളിൽ നിന്ന് കളക്ട് ചെയ്യുക. അങ്ങനെ ലൈബ്രറി ഇങ്ങനെ പച്ചപിടിച്ച് വരുന്നുണ്ട്. ഇനി ആ ലൈബ്രറിയിലേക്ക് കുറേ ഷെൽഫുകളൊക്കെ വേണം. ഉണ്ണിയേട്ടൻ്റെ ഒരു ഫോട്ടോ പഴയതായിപ്പോയി അവിടുത്തെ. അപ്പോൾ ഒരു തൃശ്ശൂരുള്ള ചിത്ര എന്ന് പറയുന്നൊരു ചിത്രകാരിയെ കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പെയിൻറ്റിങ് വരപ്പിച്ചയച്ചിട്ടുണ്ട്. അത് ഈ അടുത്ത ദിവസം ഞാൻ അവിടെ കൊണ്ടുപോയി വയ്ക്കും. അദ്ദേഹം മരിച്ചിട്ട് 18 വർഷമായി. ഈ 18ാമത്തെ വാർഷികത്തിന് ഞാൻ പോയിരുന്നു. അപ്പോൾ ഈ സ്ഥലം മേടിച്ചു എന്നുള്ളത് ഞാൻ ആ ഭാഗത്തേക്ക് പോവുകയോ ഈ സ്ഥലം കാണുകയോ ആ സ്മാരകം ഉണ്ടായതിനു ശേഷം കാണാൻ പോകാനൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 18ാം വാർഷികത്തിന് പോയപ്പോൾ ഞാൻ അവിടെ പോയി. അവിടെ ആ സ്മാരകത്തിൽ പോയി. അപ്പോഴാണ് അവിടെ ഷെൽഫുകളൊക്കെ, ബുക്ക് വയ്ക്കാനുള്ള ഷെൽഫുകളൊക്കെ ആകെ ഒരു ഷെൽഫേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ പുതിയ ഷെൽഫുകളൊക്കെ മേടിച്ച് കൊടുക്കണം, പുസ്തകങ്ങൾ സംഘടിപ്പിക്കണം, കുറേ കൂടി പുസ്തകങ്ങൾ സംഘടിപ്പിക്കണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് 18 വർഷം കഴിഞ്ഞ് അദ്ദേഹം മരിച്ചിട്ട് എന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയി. വർഷങ്ങളെത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത്. അദ്ദേഹം മരിച്ചിട്ട് 18 വർഷമായി. ഇന്ന് 18 വയസ്സുള്ള ഒരാൾക്ക് ചിലപ്പോൾ അദ്ദേഹത്തെ ഞാനീ പറയുന്നത് പോലെ അറിഞ്ഞോളണമെന്നില്ല. പഴയ സിനിമകൾ TV-യിലൊക്കെ വരുമ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ കാലം എങ്ങനെയാണ്. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തെക്കാൾ വലിയ നടന്മാരുണ്ടായിരുന്നു അവിടെ. അവരൊക്കെ മരിച്ചുപോയ, അദ്ദേഹത്തെക്കാൾ വലിയ പൊസിഷനിലുണ്ടായിരുന്ന താരങ്ങളൊക്കെ മരിച്ചുപോയവരുണ്ട്. പക്ഷെ ഒരു സപ്പോർട്ടിങ് ആക്ടറായിട്ട്, ക്യാരക്ടർ നടനായിട്ട് മലയാള സിനിമയിലുണ്ടായിരുന്ന ഒരാളെ 18 വർഷത്തിന് ശേഷം ഇപ്പോഴും ആ നാട്ടുകാരെ ഓർക്കുന്നു എന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിമാഹാത്മ്യം കൊണ്ടാണ്. ആ സ്മാരകവും അവരുടെ അനുസ്മരണവും എല്ലാ വർഷവും അവിടെ നടക്കുകയാണ്. 18 വർഷങ്ങൾ അദ്ദേഹം മരിച്ചിട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ ഫംഗ്ഷന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഉണ്ണിയേട്ടൻ മരിക്കുമ്പോൾ ഇപ്പം ഉണ്ടെങ്കിൽ എത്ര വയസ്സുണ്ടാവും എന്ന് ചോദിച്ചപ്പോൾ ഇപ്പം ഉണ്ടെങ്കിൽ 80 വയസ്സുണ്ടാവും എന്ന്. അപ്പോഴാണ് ഞാൻ ഞെട്ടലോടുകൂടി മനസ്സിലാക്കുന്നത് ഉണ്ണിയേട്ടൻ മരിക്കുന്നത് 62ാം വയസ്സിലാണ്. 62 വയസ്സിലാണ്. അന്ന് ആ ചേച്ചിക്ക് 52 വയസ്സേ ഉള്ളൂ. 62 വയസ്സിലാണ്. അതൊരു എന്തൊരു ചെറിയ പ്രായമാണ്. എത്രയോ കഥാപാത്രങ്ങൾ ചെയ്യാൻ 80 വയസ്സ് വരെ ജീവിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ സാധാരണമാണല്ലോ ഇക്കാലത്ത്. 80 വയസ്സ് വരെ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം എത്ര മനോഹരമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള 100 കണക്കിന് കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം മലയാളികളുടെ മനസ്സിൽ ജീവിക്കും. പക്ഷെ വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ നന്മ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്, നന്മ ഉണ്ടായിരുന്നതുകൊണ്ടാണ്
നാട്ടുകാർ 18 വർഷത്തിന് ശേഷം ഇപ്പോഴും അദ്ദേഹത്തെ ഓർക്കുന്നതും അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള സ്മാരകം പുതുക്കിക്കൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യന്മാരുടെ കാര്യം ആലോചിച്ചാൽ നല്ല തമാശയാ. കഷ്ടപ്പെട്ടും പട്ടിണി കിടന്നും ചതിച്ചും കൊന്നും എന്തൊക്കെ ഉണ്ടാക്കുന്നു. നെഞ്ചിന്റെ പടപ്പ് തിന്നാ കഴിഞ്ഞില്ലേ? മരണം വന്ന് വിളിച്ചാ ഇപ്പൊ വരാൻ പറ്റില്ല, ഒരു 5 കൊല്ലം കൂടി കഴിയട്ടെ എന്ന് പറയാൻ പറ്റുമോ?